ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് എന്താണോ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത്, അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ശ്രീബുദ്ധന്റെ കോട്ടാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? അതിൽ തളരാതെ, പതറിപ്പോകാതെ, അത് നാളത്തെ നമ്മളുടെ സക്സസിലേക്ക് നയിക്കും എന്ന വിശ്വാസത്തില് അതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കാണ് ബേബി ലെഡ് വീനിങ്. എന്താണ് ബേബി ലെഡ് വീനിങ് എന്ന് പറയുന്നത്? പണ്ടൊക്കെ നമ്മൾ എന്താ ചെയ്യാ? ഫുഡൊക്കെ ഇങ്ങനെ കുറുക്കി അങ്ങനെ ഉണ്ടാക്കി നമ്മൾ കുഞ്ഞിന് വാരി കോരി കാക്കയും പൂച്ചയും പട്ടിയും ഒക്കെ കാണിച്ച് കോരി കൊണ്ട് നടന്നു കൊടുക്കും അല്ലേ? എന്നാൽ ഇപ്പോഴത്തെ പുതിയ ഒരു പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ബേബി ലെഡ് വീനിങ് ചെയ്യുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പൊ ഇപ്പൊ എല്ലാ അമ്മമാരും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ബേബി ലെഡ് വീനിങ്ങിന്റെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ബേബി ലെഡ് വീനിങ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 6 months വരെ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. നമ്മൾ എക്സ്ട്രാ ബ്രസ്റ്റ് മിൽക്കിന് പുറമെ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പൊ ഒരു 180 days ഒക്കെ ആയി കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ഞിന് പുതിയ പുതിയ ഫുഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ അതിനായിട്ട് മെയിൻലി നമ്മൾ ബേബി ലെഡ് വീനിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ പുതിയ ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ഫുഡ് അറ്റ് എ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇന്ന് ക്യാരറ്റ് ആണ് കുഞ്ഞിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ ക്യാരറ്റ് ഇന്ന്, നാളെ, മറ്റന്നാൾ അങ്ങനെ ഒരു കോൺസിക്യൂട്ടീവ് 3 to 4 days നമ്മൾ കൊടുക്കുക. അതിന്റെ കൂടെ പുതുതായിട്ട് ഒരു സാധനവും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും അലർജീസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഏതിൽ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ ഒരു സമയം ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു 3 to 4 days കഴിഞ്ഞ് ആ ഫുഡ് കുഞ്ഞ് ടോളറേറ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് അലർജീസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് 5th day അടുത്ത പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഫുഡും കൂടി കൊടുക്കാം, അതിൽ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ബേബി ലെഡ് വീനിങ് ചെയ്യുക? നമുക്ക് വെജിറ്റബിൾസ്, ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും, നമ്മുടെ ബീട്രൂട്ട് പോലെ നമ്മുടെ ചൂസ്, നമുക്ക് എന്താണോ നമ്മുടെ കുഞ്ഞിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്ത് ചെയ്യുക? ഇങ്ങനെ ഫിംഗർ ഷേപ്പിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തിട്ട് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ മാക്സിമം സോഫ്റ്റ് ആക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് ഇതിനെ ബോയിൽ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ കുറുക്കാനാണെങ്കിൽ, കുറുക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഇച്ചിരി ഒരു കുറുക്ക് പരുവത്തിൽ ഇച്ചിരി ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമുക്ക് കുറുക്ക് പോലെ ആക്കി അങ്ങനെ നമ്മൾ സ്പൂണിൽ കോരി കൊടുക്കുക ചെയ്യുന്നത്. എന്നാൽ ഈ ബേബി ലെഡ് വീനിങ്ങിൽ എന്താ ചെയ്യുക? കുക്ക് ചെയ്ത് നല്ല സോഫ്റ്റ് ആയി സാധനം നമ്മൾ നേരെ കുഞ്ഞിനെ ഇരുത്തുക. കുഞ്ഞിനെ ഇരുത്തിയിട്ട് കുഞ്ഞിന്റെ ഫ്രണ്ടിൽ ഒന്നുകിൽ നമുക്ക് എന്താ ഫീഡിങ് ടേബിൾസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, അങ്ങനെ ഇരുത്തുക. അല്ലെങ്കിൽ കുഞ്ഞിന് നമ്മുടെ ലെവലിൽ ഇരിക്കാൻ പറ്റുന്ന ലെവലിൽ ഇരുത്തി നമ്മുടെ ഫ്രണ്ടിൽ കുഞ്ഞിനൊരു ക്ലീൻ ടേബിൾ വെച്ച് അതിനകത്തൊരു പാത്രം വെച്ച് അതിനകത്ത് ഈ നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്തിട്ട് കുഞ്ഞിനെ ഇത് കഴിക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്കൊരു പോർഷൻ എടുത്ത് കുഞ്ഞിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? കുഞ്ഞ് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് പതുക്കെ അതിനെ ഒന്ന് തൊട്ട് അതിനെ ഒന്ന് ഞെവിടി ശരിയാക്കി അതിനെ ഒന്ന് നന്നായിട്ട് ഫീൽ ചെയ്ത് എന്ത് ചെയ്യും? പതുക്കെ അത് വായിലോട്ട് വെക്കാൻ തുടങ്ങും. അങ്ങനെ വെച്ച് 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 ആദ്യത്തെ ദിവസം തന്നെ കഴിക്കണമെന്നില്ല. ആദ്യത്തെ ദിവസം ചിലപ്പോൾ എല്ലാം ഞെക്കിപ്പീത്തി കളയും. സെക്കൻഡ് ഡേ ഞെക്കിപ്പീത്തി കളയും. തേർഡ് ഡേ എന്ത് ചെയ്യും? പതുക്കെ ഒരു കുഞ്ഞു പോർഷൻ ഇവർ വായിൽ വെക്കും. ഫോർത്ത് ഡേ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവരിത് പതുക്കെ ഇതെടുത്ത് കഴിച്ചു തുടങ്ങും. അപ്പൊ എന്താ ബെനിഫിറ്റ്? കുഞ്ഞുങ്ങള് ഫുഡ് നന്നായിട്ട് ഫീൽ ചെയ്ത് അതിന്റെ ടെക്സ്ചർ ഒക്കെ അറിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് എല്ലായിടമൊക്കെ ഒന്ന് തേച്ച് അവരുടെ ഇഷ്ടത്തിന് ഫുഡ് കഴിക്കും. അപ്പൊ എന്താ ചെയ്യാ? ഹെൽത്തി ഈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഫുഡ് ചോയ്സസ് ഉള്ള കുട്ടികളായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ അമ്മമാരിങ്ങനെ സ്ട്രെസ് എടുത്ത് ഫുഡ് കൊടുക്കില്ലേ കുഞ്ഞിന്? പുറകെ കൊണ്ടു നടന്ന് അയ്യോ അത് കഴിക്കുന്നില്ല, ഇത് കഴിക്കുന്നില്ല, അവിടെ കാണിക്കുന്നു, ഇവിടെ കാണിക്കുന്നു. അപ്പൊ അത്രയും സ്ട്രെസ് ഒന്നും എടുക്കാതെ തന്നെ കുഞ്ഞുങ്ങളിൽ ഒരു നല്ല ഫുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ബേബി ലെഡ് വീനിങ് സഹായിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, എപ്പോൾ കുഞ്ഞുങ്ങൾ ഇത് കഴിക്കാനിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങളെ മോണിറ്റർ ചെയ്യുക. നമ്മുടെ ഗൈഡൻസിലായിരിക്കണം കുഞ്ഞുങ്ങൾ കഴിക്കുന്നത്. കാര്യം ഈ ബേബി ലെഡ് വീനിങ്ങിനുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ആണ്, കുഞ്ഞ് എന്ത് ചെയ്യും? ചോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കുഞ്ഞ് ആസ്പിറേറ്റ് ചെയ്ത് ചോക്ക് ചെയ്യാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പൊ ഒന്നുമില്ല, കുഞ്ഞ് കറക്റ്റ് ആയിട്ട് ഇരുന്ന് കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് ഫുഡ് ആക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. ഈവൻ ആപ്പിൾ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പൊ ഫസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ അതൊന്ന് കുക്ക് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ സോഫ്റ്റ് ആയി കൊടുക്കുകയാണെങ്കിൽ അത് ചോക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരെ സ്ട്രെയിൻ കുറയുന്നു, കുഞ്ഞ് നല്ല ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, നല്ലൊരു ഈറ്റിംഗ് ഹാബിറ്റ് ഉള്ള കുഞ്ഞുങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ബേബി ലെഡ് വീനിങ്ങുകൾ ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് നല്ല ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ വരട്ടെ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.